അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാളുകളുടെ പ്രാർത്ഥന വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, സലാസത്തുൻ ലാ തുറദു ദഅവതുഹും. മൂന്നാളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാരണവശാലും തള്ളിക്കളയുകയില്ല. ഒന്ന്, അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. ഒരു നേതൃത്വം കിട്ടിയിട്ട് അത് നീതിയോടുകൂടി കൈകാര്യം ചെയ്തവൻ. അവന് അള്ളാഹു കൊടുത്ത പ്രത്യേകതയാണ്, പ്രാധാന്യമാണ്. അവൻ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളത്. വസ്സായിം ഹത്താ യുഫ്തിറ. രണ്ടാമത്തേത് ഒരു നോമ്പുകാരനാണ്. പകൽ സമയങ്ങളിൽ ഭക്ഷണപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുകയും കൃത്യമായി നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നോമ്പുകാരൻ, അവൻ്റെ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തള്ളുകയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന സമയം, ആ നോമ്പ് മുറിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം, ആ സമയത്തെ പ്രാർത്ഥന അള്ളാഹു തള്ളുകയില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാം അശ്രദ്ധയിലായി പോകുന്ന ഒരു സമയമാണ്. നമ്മളെല്ലാം സംസാരിച്ചും കളിയിലും മറ്റുള്ള തിരക്കുകളിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കാൻ നമ്മൾ മറക്കരുത്. നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തള്ളുകയില്ല. വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന. ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുത്. മാനസികമായി, ശാരീരികമായി അങ്ങനെ വേദനിപ്പിച്ചാൽ, ആക്രമിക്കപ്പെട്ടവൻ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു തള്ളുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നീതിമാനായ ഭരണാധികാരിയായി മാറുക, നേതൃത്വം നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ നോമ്പുകാരനായി നമ്മൾ പ്രാർത്ഥിക്കുക. ഒരാളെയും നമ്മൾ ആക്രമിക്കാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.